പണ്ട് ക്ലാസ്മേറ്റ്സ് ബുക്കിന്റെ പുറകിൽ ഈ ചിത്രം കാണുമ്പോൾ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല ഈ സ്ഥലം നേരിട്ട് കാണുവാൻ സാധിക്കുമെന്ന്. ഹലോ ഗൈസ്, രാവിലെ ഉറക്കം എഴുന്നേറ്റ് വന്നപ്പോൾ തന്നെ കണ്ട കാഴ്ച എന്ന് പറയുന്നത് ഇതാണ്. പിന്നെ ഒന്നും നോക്കില്ല, പുള്ളിയുടെ കൂടെ കൂടി നൈസായിട്ട് കുറച്ച് ചൂടുവെള്ളം ഒപ്പിക്കണം. അതാണ് ആക്ച്വൽ പ്ലാൻ. കൂടിയ ശേഷമാണ് മനസ്സിലായത് ഇതൊരു എമ്മണ്ടൻ പണിയാണെന്ന്. പ്ലാൻ പോലെ തന്നെ ചൂടുവെള്ളം കിട്ടി, കുളിയും ജപമെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ നേരെ കഴിക്കാൻ പോയി. കാസയിലെ എൻ്റെ രണ്ടാമത്തെ ദിവസമാണിത്. ഇന്നാണ് ആക്ച്വലി ഞാൻ എല്ലാ സ്ഥലങ്ങളും കാണാൻ പോകുന്നത്. ഇന്നലെ രാത്രി ഞാൻ ഇവിടുത്തെ കാസ മൊണാസ്ട്രി പോയി കണ്ടിരുന്നു. കൊള്ളാം, നല്ല രസമുണ്ട്. ഇപ്പൊ എൻ്റെ ഡേ സ്റ്റാർട്ട് ചെയ്യുവാണ്. രാവിലെ തന്നെ ഒരു പഞ്ചാബി ധാബ ഉണ്ടായിരുന്നു, അവിടെ കയറി കഴിക്കാന്ന് വെച്ച് പ്ലാൻ ചെയ്തു. ഇതാണ് കേട്ടോ ഇവിടുത്തെ മെനു കാർഡ്. ഏകദേശം ഇതേ റേറ്റാണ് ഇവിടുത്തെ ചെറിയ കടകളിലൊക്കെ. ഫുഡ് കഴിച്ചതിന് ശേഷം ഞാൻ ആദ്യം പോയത് കീ മൊണാസ്ട്രി കാണുവാനായിരുന്നു. ഒരു ഗംഭീര സംഭവമാണ് കേട്ടോ കീ മൊണാസ്ട്രി എന്ന് പറയുന്നത്. എന്നെ ഞെട്ടിച്ച കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, എങ്ങനെ ഈ മലയുടെ ചെരുവിൽ ഇതുപോലൊരു ബിൽഡിംഗ് സൃഷ്ടിക്കാൻ സാധിച്ചു, അതും ഇത്രയേറെ ഭംഗിയോടുകൂടി. സമുദ്രനിരപ്പിൽ നിന്നും 13,668 അടി ഉയരത്തിലാണ് ഈ ടിബറ്റൻ ബുദ്ധമത ആശ്രമം സ്ഥിതി ചെയ്യുന്നത്. സ്പിറ്റി താഴ്വരയിലെ ഏറ്റവും വലിയ ആശ്രമവും ലാമമാർക്കുള്ള ഒരു മതപരിശീലന കേന്ദ്രവുമാണ് ഇവിടെ. കാസയിൽ നിന്നും ഏകദേശം 12 കിലോമീറ്ററും മണാലിയിൽ നിന്നും ഏകദേശം 210 കിലോമീറ്ററും ഉണ്ട് ഇങ്ങോട്ട് വരുവാനായിട്ട്. വിന്ററിൽ മഞ്ഞാൽ മൂടപ്പെടുന്ന ഈ പ്രദേശം കാണുവാൻ എന്ത് രസമാണെന്നറിയുമോ? ഈ കാണുന്നത് ഇവിടുത്തെ ചെറിയൊരു ആരാധനാലയമാണ് കേട്ടോ. അപൂർവമായ ചുമർ ചിത്രങ്ങളും പുരാതന പുസ്തകങ്ങളും ഇവിടെ കാണുവാൻ സാധിക്കും. ഇതാണ് ഇവിടുത്തെ മെയിൻ ആരാധനാലയം തോന്നുന്നു കേട്ടോ. കുറേയധികം സന്യാസിമാർ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. അതുപോലെ നമുക്ക് ഇവിടുത്തെ മെഡിറ്റേഷൻ റൂമൊക്കെ പോയി കാണുവാൻ സാധിക്കും കേട്ടോ. വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഇരുന്ന് മെഡിറ്റേഷൻ ചെയ്യുവാനും സാധിക്കും. ഒരു ഗുഹയ്ക്കുള്ളിലേക്ക് കയറുന്ന ഫീലാണ് നമ്മൾ ഈ മെഡിറ്റേഷൻ റൂമിലേക്കൊക്കെ പോകുമ്പോൾ നമുക്ക് കിട്ടുന്നത്. അതുപോലെ തന്നെ ഒരു പ്രത്യേക സ്മെല്ലും, പിന്നെ ഈ ഭിത്തിക്ക് നല്ല തണുപ്പായിരുന്നു കേട്ടോ. ഇതാണ് ഇവിടുത്തെ കിച്ചൺ. ഇവിടെ നിന്നൊരു കാവയൊക്കെ കിട്ടും നമുക്ക്. എന്തൊക്കെയോ പ്രത്യേകതകൾ നിറഞ്ഞൊരു കാവയായിരുന്നു അത്. കുടിച്ചതിന് ശേഷം അത്രയ്ക്ക് തണുപ്പൊന്നും എനിക്ക് അങ്ങോട്ട് പിന്നീട് ഫീൽ ചെയ്തിട്ടേ ഇല്ല. മൊണാസ്ട്രിയിൽ നിന്നും ഇറങ്ങിയ ഞാൻ ഏഷ്യയിലെ തന്നെ ഏറ്റവും ഉയരത്തിരിക്കുന്ന ബ്രിഡ്ജ് കാണുവാനായിരുന്നു പോയത്.